ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ കാലിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതിച്ചോറാണ് കേട്ടോ. പൊതിച്ചോറ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ആശുപത്രികളിൽ ഒത്തിരി പേർക്ക് വയ്യാതെ കഴിക്കാനൊന്നും കിട്ടാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വട്ടവും കൊടുക്കുന്നതാണ് പൊതിച്ചോറ്. അന്നേരം നമ്മൾ ഇന്നും അത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വീഡിയോ ഇടാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയും എന്തിനാ ഇങ്ങനെ ഇടുന്നത്, നല്ല കാര്യങ്ങൾ എന്തിനാ ചെയ്ത് കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. നമ്മളിത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഒന്നാമത്തെ കാര്യം ഇടുന്നത്. നമ്മൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പൊതു ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പലരും പറയും രാവിലെ എണ്ണിക്കണം, ജോലിക്ക് പോകണം, അരി ഇടണം, അരി വേവത്തില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ചോറ് തരാതിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. കാരണം പൈസ ഇല്ലാതെ വേദനിച്ച് കിടക്കുന്ന കുറെ അധികം രോഗികൾക്ക് നല്ലൊരു സഹായകമാകുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു പൊതിച്ചോറ് കൊടുക്കുന്നത്. അന്നേരം നമ്മൾ എല്ലാവരും ഇങ്ങനെ കൊടുക്കണം. അന്നേരം ഞങ്ങളും 5 പൊതി വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള കറികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മീൻ വറുത്തത്, തേങ്ങ ചമ്മന്തി, ചീമപ്പുളി അച്ചാറ്, മുട്ട പൊരിച്ചത്, പയറുതോരൻ, ഇത്രയായിരുന്നു നമ്മൾ എടുത്തിട്ടുള്ളത്. ഇല നമ്മൾ തലേന്നേ വെട്ടണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ പറ്റിയില്ല. പിന്നെ ഞാനും അച്ഛനും കൂടെ രാവിലെ പോയി വെട്ടിയാക്കി എടുത്തതാണ് കേട്ടോ. അന്നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത് ചെയ്യുന്നെങ്കിൽ ഒരു ചോറോ ചമ്മന്തി അച്ചാറോ ആയാലും മതി. നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുറേ പേരുടെ വയറ് നിറയും, അത് നമ്മൾ ഓർക്കണം. നമ്മളിപ്പം നമുക്കും അതുപോലെ ആയിരിക്കും. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ചെന്ന് കിടക്കുകയാണെങ്കിൽ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് വല്ലതും ആണെങ്കിൽ, ഒരാളിപ്പം കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടു തരികയാണെങ്കിൽ, അതായത് ചോറ് അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടു തരികയാണെങ്കിൽ നമുക്ക് തന്നെ നല്ലൊരു സന്തോഷമായിരിക്കും. അതുപോലെ കുറേ നാളായിട്ട് അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയവർക്കൊക്കെ ചോറ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു സന്തോഷമാവും, അവരുടെ വയറ് നിറയുകയും ചെയ്യും. പൊതിച്ചോറിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേര് പറയും, കുറേ പേര് തരാത്തവരുണ്ട്. പറ്റില്ല, ജോലിക്ക് പോകണം, ജോലിക്ക് പോകണം, പിള്ളേർക്ക് സ്കൂളിൽ പോകണം, അതുകൊണ്ട് പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിയുന്നവരുണ്ട്. അവർക്കൊരു പ്രചോദനമാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അല്ലാതെ കുറേ പേര് പറയും പബ്ലിസിറ്റി എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, പൊതിച്ചോറ് ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ തന്നെ ചെയ്താൽ പോരായോ, എന്തിനാ ആൾക്കാരെ അറിയിക്കുന്നതെന്നൊക്കെ പറയും. അത് പിന്നെ നമ്മളെല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന് ഇപ്പം നല്ലപോലെ ഫോളോവേഴ്സും റീച്ചും ഒക്കെ ആയി തുടങ്ങി. നമുക്ക് 13K ഫോളോവേഴ്സും ആയിട്ടുണ്ട്. ഇപ്പം ഇടുന്ന വീഡിയോസൊക്കെ നല്ലപോലെ റീച്ചായിട്ട് പോകുന്നുമുണ്ട്. അപ്പം ഞങ്ങളെ സഹായിക്കുന്നതും പ്രചോദനമാകുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പൊതിയൊക്കെ നല്ലപോലെ സെറ്റാക്കിയിട്ടുണ്ട്. അമ്മയായിരുന്നു ആദ്യം തുടങ്ങി വെച്ചത്, പിന്നെ പുറേ എല്ലാവരും വന്നു തുടങ്ങി. ഞാൻ വന്നു, അത് കഴിഞ്ഞ് അച്ചാമ്മ വന്നു. ഞാൻ പിന്നെ മീൻ വെക്കുന്ന തയ്യാറെടുപ്പിലായിരുന്നു. മീൻ ഓരോന്നായിട്ട് 5 പൊതിയിലും വെച്ചു. പിന്നെ നമ്മൾ ചമ്മന്തി, തോരൻ, അങ്ങനെ അടുക്കി വെക്കുന്നൊരു സ്റ്റൈലുണ്ടല്ലോ, അങ്ങനെയെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പകുതി ആയപ്പം അച്ചാമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അച്ചാമ്മ പൊതിയനായിരുന്നു വന്നിട്ടുള്ളത്. അച്ഛൻ പറഞ്ഞു, പൊതിയാനൊക്കെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറയാം, പിന്നെ ഞാൻ 45 പൊതി ഒരുമിച്ച് കിട്ടിയിട്ടുള്ള എന്നിട്ടാണെന്നോളാം നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു. പിന്നെ ചുമ്മാ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പൊതി അങ്ങ് കിട്ടിപ്പോയി. അമ്മ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനും കൂടെ കൂടിയത്. പിന്നെ അച്ചാമ്മയും പുറയിൽ വരുന്നുണ്ടായിരുന്നു. ചോറ് പൊതിയുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു ഇതാണ് കേട്ടോ, ഭയങ്കര ഒരു ആകാംക്ഷ, ഉത്സാഹവും, ഈ പൊതി ആർക്കായിരിക്കും കിട്ടുന്നത് എന്നുള്ളൊരു സന്തോഷവും, അങ്ങനത്തെ കുറേ അധികം കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അച്ചാമ്മ പൊതിയാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം വെച്ച് കഴിഞ്ഞാൽ അമ്മ പിന്നെ എല്ലാം പൊതിഞ്ഞപ്പോൾ ഞാനായിരുന്നു പേപ്പർ എടുത്ത് കൊടുക്കുന്ന ആൾ കേട്ടോ. പേപ്പർ എടുത്ത് കൊടുത്ത് അച്ചാമ്മ കെട്ടുന്ന ഓരോ പൊതികളും ഞാൻ മാറ്റി അങ്ങോട്ട് കൊണ്ട് വെക്കാറാണ് ചെയ്തത്. കണ്ടോ, അച്ചാമ്മയ്ക്ക് പേപ്പർ എടുത്ത് കൊടുക്കും, പൊതിയും വെക്കും. പിന്നെ ഞാൻ എടുത്തോണ്ട് വെക്കും. അങ്ങനെ ഉണ്ടോ, നല്ല ഒരു പറയുന്നത്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, ഒരു വല്ലാത്തൊരു സുഖമാണ് അങ്ങനെ ചെയ്യുന്നത്. പൊതിയൊക്കെ കിട്ടി അവിടെ വെച്ച്, പിന്നെ എടുക്കാൻ വരുന്നവരുടെ കയ്യിൽ കൊടുത്ത്, അത് നമുക്ക് ആലോചിക്കും അത് ആർക്കായിരിക്കും കിട്ടുന്നത്, അവരുടെ മുഖഭാവം എങ്ങനെ ആയിരിക്കും.